നമസ്കാരം. ഒഡീഷയിൽ ഭാഷാ സ്നേഹം ഉയർത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പ്രചരണ തന്ത്രത്തെ മറികടക്കുന്നതിന് വേണ്ടി അക്രമോത്സുകമായ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഒഡീഷ ഒഡിയക്കാർക്ക് എന്ന കടുത്ത പ്രാദേശിക വാദമാണ് നിലവിൽ ഒഡീഷയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ മുദ്രാവാക്യം ഇതുതന്നെ ആയിരിക്കുമെന്നാണ് നിലവിൽ പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ പിന്തുടർച്ചക്കാരനെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, ഇതിനു മുൻപ് തന്നെ വാർത്തകൾ നിറഞ്ഞിട്ടുള്ള തമിഴ്നാട് സ്വദേശിയായ VK പാണ്ഡ്യനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാദേശിക വാദം ഉയർത്തിക്കൊണ്ട് ഒഡീഷയിൽ മുന്നോട്ട് പോകുന്നത്. ഒഡിയ പ്രാദേശിക വാദം ഉയർത്തി നവീൻ പട്നായിക്കിനെതിരെ ഒരു വലിയ ജനരോക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. എന്തായാലും സർക്കാർ സ്കൂളുകളിലും സർവകലാശാലകളിലും ഉൾപ്പെടെ ഒഡിയ അധ്യാപകർക്ക് വേണ്ടിയുള്ള ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുമ്പോൾ എന്തിനാണ് ഈ ഒഡിയ ഭാഷാ പ്രേമം എന്ന ഒരു പ്രഹസനം നവീൻ പട്നായിക് പുറത്തെടുക്കുന്നത് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. ഇതിന് തൊട്ട് പിന്നാലെയാണ് തീവ്ര പ്രാദേശിക വാദവുമായി കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രാദേശിക വാദം കോൺഗ്രസിനെ തിരിച്ചടിക്കുമോ എന്നുള്ള ചർച്ചകൾ കൂടി ഒഡീഷയിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് എവിടെയൊക്കെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകൾ, തീവ്ര മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രാദേശിക വാദമൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അതിന്റെ എല്ലാം ഒടുവിലുള്ള ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ മെച്ചം കൊയ്തിട്ടുള്ളത് BJP എന്ന പാർട്ടി തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരിക്കലും ഇത്തരത്തിൽ തീവ്രമായ നിലപാടുകൾ ഊന്നിക്കൊണ്ട് വോട്ട് ചോദിക്കാനോ വോട്ട് അഭ്യർത്ഥിക്കാനോ സാധിക്കില്ല. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു മതേതര പാർട്ടി അല്ലെങ്കിൽ മിത നിലപാടുകളുള്ള പാർട്ടി എന്ന കുപ്പായമണിയും. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. കോൺഗ്രസ് ഇപ്പോൾ ഈ തൊടുത്തുവിട്ടിരിക്കുന്ന ഒഡീഷ പ്രാദേശിക വാദത്തെ കൃത്യമായി വിനിയോഗിക്കാൻ BJPക്ക് സാധിക്കും. അങ്ങനെ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വേണ്ടി കോൺഗ്രസ് മുൻകൂട്ടി പണി തുടങ്ങി എന്ന് വേണമെങ്കിലും പറയാം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.